നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റ് ആവുന്നുള്ളത്. ഒരുപാട് പേര് പറയും മോട്ടിവേഷൻ അല്ല വേണ്ടത്, ഡിസിപ്ലിൻ ആണെന്നുള്ളത്. പക്ഷെ ശരിക്കും ഡിസിപ്ലിൻ ആണ് വേണ്ടത്. നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ലെവൽസ് ആണ്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനർജി ലെവൽസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എങ്ങനെ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാന്നുള്ളതും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 5% ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫോണിലെ ആപ്പിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യം നിങ്ങളുടെ ഫോണ് ചാർജറിൽ കണക്ട് ചെയ്ത് റീചാർജ് ചെയ്യണം, എന്നാലാണ് നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാലും അതേപോലെയാണ്. നമുക്ക് എനർജി ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എനർജി എവിടെ പോകുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ല, ഫസ്റ്റ് പോയിന്റാണ് നമ്മുടെ സ്ലീപ്പ്. നമ്മുടെ ഉറക്കം ശരിയല്ല, നമ്മൾ തോന്നണ മാതിരി കിടന്നുറങ്ങുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല പണി കിട്ടും. രണ്ടാമത്തതാണ് ഡൂം സ്ക്രോളിങ്. ഇന്നത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് കാണാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഈ റീൽസ് കാണുമ്പോൾ ഓരോ സമയത്തും നമ്മുടെ ഇമോഷൻസ് വർക്കാവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ എനർജി ഡ്രെയിൻ ആവും ഒരുപാട്. അപ്പോൾ നമ്മളിത് ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോണ അഫക്റ്റ് അവർ എനർജി ലെവൽസ്. മൂന്നാമത്തെ പോയിന്റാണ് ലാക്ക് ഓഫ് മൂവ്മെൻറ്റ്. നമ്മുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യാനും ഒരുപാട് വർക്ക് ഫിസിക്കലി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് അനങ്ങാണ്ട് സെഡേറ്ററി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തു പറ്റും? നമ്മുടെ എനർജി ലെവൽസ് ആകെ ഡ്രെയിൻ ആവും. ഈ എക്സസൈസ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി ലെവൽസിന് ഒരു മൊമെൻറ്റം കിട്ടുന്ന പോലെയാണ്. ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെയാണ് ടു മെനി തിങ്സ് ഇൻ ദ മൈൻഡ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു എക്സോസ്റ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യണം. നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മുടെ എനർജി ലെവൽസ് ഡ്രോപ്പ് ആവുന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ എനർജി ലെവൽസ് റീസെറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് തന്നെയാണ് ആർ എന്ന് പറയുമ്പോൾ റെസ്റ്റ്. നമ്മുടെ ലൈഫിൽ 7 to 9 hours ഓഫ് സ്ലീപ്പ് കമ്പൽസറി ആയിട്ട് നമുക്ക് വേണം. എന്നാലാണ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിക്കവർ ആവുള്ളൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ്. നമ്മുടെ ശരീരത്തിന് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യണം. ജിമ്മിൽ പോകണമെന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് നടക്കുന്നതാണെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ മൂവ്മെൻറ്റ്. സൈക്ലിംഗ് ആണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റിയാണ് ഫിസിക്കലി ചെയ്യാൻ ഇഷ്ടം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്താണ് സൺലൈറ്റ്. ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ആയാലും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, മുടി കൊടിച്ചിലാണെങ്കിൽ പോലും നമുക്ക് വരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം. ഇത് കിട്ടാത്തോടത്തോളം പക്ഷം നമുക്ക് എൻ്റെതായ സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്തിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതാണ് ഈറ്റ് ബെറ്റർ. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ എനർജി ലെവൽസിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് ഷുഗറുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളാകെ മത്ത് പിടിച്ച പോലെ ആവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു, എത്രത്തോളം കഴിക്കുന്നു, ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിലേറ്റഡ് ആണ് നമ്മളെ എനർജി ലെവൽസ് ആയിട്ട്. അപ്പോൾ നല്ല ഓർഗാനിക് ആയിട്ട് നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഉഷാറാവും. ഒന്ന് വയറ് ഫുള്ള് കഴിക്കാതെ ഒരു മീഡിയം രീതിയിൽ കഴിക്കുക, നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ സെറ്റാണ്. അടുത്തതാണ് ടൈം അവേ ഫ്രം സ്ക്രീൻ. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്, നമ്മൾ സ്ക്രീൻ നോക്കുന്ന ടൈം കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സംഭവം എത്രത്തോളം നമ്മൾ സ്ക്രീനിൽ നോക്കുന്നോ നമ്മുടെ മൈൻഡ് അത്രയും പണിയെടുക്കുകയാണ് അതിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ സംഭവം കുറച്ചാൽ നമുക്ക് നമ്മുടെ എനർജി ലെവൽസിനെ റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് അവരുടെ ഡിസിപ്ലിനിൽ വർക്ക് ചെയ്യും, മോട്ടിവേഷൻ ഇല്ല എന്ന് പറയും, മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ കേൾക്കും. ഇതൊന്നും അല്ല ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മുടെ എനർജി ലെവൽസാണ്. നമ്മുടെ ലൈഫിലെല്ലാം നമ്മുടെ എനർജി ബേസ്ഡ് ആണ് നടക്കുക. ഇപ്പോൾ ഒരു കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഡ്രീംസ്, നമ്മൾ ഗോൾസ് നോക്കി നമുക്ക് ഓടണമെങ്കിൽ നമ്മുടെ എനർജി ലെവൽസ് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൺസിഡർ സബ്സ്ക്രൈബിംഗ് ഇഫ് യു ആർ എക്സ്പെക്ടിങ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. സോ സീ ഓൺ ദ അതർ വീഡിയോ.